അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളെ വയറിങ്ങിൻ്റെ സൈറ്റിൽ നമ്മൾ DB സെറ്റ് ചെയ്യണം. DB സെറ്റ് ചെയ്യണത് നമ്മൾ നോർമൽ DB ആണ്, ഒരു 24 വേൻ്റെ DB ആണ്. TPN DB നമ്മൾ എങ്ങനെയാണ് അഡാപ്റ്റർ ഇട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം നോർമൽ നമ്മളെ ഈ DBൻ്റെ പ്ലേറ്റിൽ വരുന്നത് 6 ഹോളാണ്, കണ്ടില്ല. ഇതൊരു 32ഉം ഇത് 25ഉം ആണ്, 1 ഇഞ്ചും 1.25 വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് 10-15 പൈപ്പൊക്കെ ഇറക്കാനുണ്ടാകുമ്പോൾ ഇത് പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലത്തെ സംഭവം നമ്മൾ വേറെ പ്ലേറ്റിൽ നമ്മൾ ചെയ്യും. കണ്ടില്ലേ, ഇതിൽ 6 ഹോളേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ മെഷീൻ വെച്ചുകൊണ്ട് കട്ട് ചെയ്യുക. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഈ DB ഉണ്ടാക്കുന്ന കമ്പനിയിൽ പോയിട്ട് നമ്മളിങ്ങനെ പഞ്ച് ചെയ്തുകൊണ്ട് വാങ്ങിക്കും. എന്നിട്ട് ആ സാധനം നമ്മൾ മാസ്കിൻ ടാപ്പൊക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് ടാപ്പൊക്കെ ചെയ്ത് ഇത് പൗഡർ കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് തരാറ്. എല്ലാം വൃത്തിക്കാണ്, അതിൻ്റെ അനുസരിച്ച് നമുക്ക് ചെയ്ത് തരും അവർ. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യല്. ഹോള് നമ്മൾ ചെയ്യും. ഈ സൈഡിലൊക്കെ പൈപ്പ് ഒരുപാട് പൈപ്പ് ഇറങ്ങാണ്ടെന്നുണ്ടെങ്കിൽ സൈഡിൽ 1-2 ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യലുള്ളൂ. ഇവിടെ ഹോളുണ്ട്, പക്ഷേ ഇത് 32 ആണ്, ഇത് 25 ആണ്. അപ്പോൾ ഈ 25ൻ്റെ നമുക്ക് ഈ അഡാപ്റ്റർ സൂട്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി അഡീഷണൽ വല്ലതും ആണെന്നുണ്ടെങ്കിൽ സൈഡിൽ നമ്മൾ ഡ്രില്ലിൻ്റെ ബിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യും. അതല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഈ സംഭവം. പഞ്ച് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് ഇതേപോലെ തന്നെ പൗഡർ കോട്ടിംഗ് ആണിത്. സാധാ ഷീറ്റ് എടുത്തിട്ട് അവർ കട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. ഈ പൗഡർ കോട്ടിംഗ് ഒക്കെ ചെയ്താൽ ഒരിക്കലും തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല. എന്നിട്ട് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ട് ഈ അഡാപ്റ്റർ ഇതേപോലെ ഇതിന് സൂട്ടാക്കിയിട്ട്, ഇപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ നമ്മളവിടെ പൈപ്പ് ഇറങ്ങുന്നത് 9 പൈപ്പ് അല്ലേ, 9 പൈപ്പാണ് അവിടെ ഇറങ്ങുന്നത്. അപ്പോൾ 10 നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 9 അഡാപ്റ്റർ നമ്മൾ വെച്ചാൽ ഡയറക്റ്റ് നമുക്ക് പൈപ്പ് ഇറക്കി നല്ല വൃത്തിക്ക് DB സെറ്റ് ചെയ്യാൻ പറ്റും.